കാന്താ ഞാനും വരാം. തൃശ്ശൂർ പൂരം കാണാനല്ല കേട്ടോ, കാന്ത സിനിമ കാണാൻ. കാന്ത സിനിമയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. DQ. അപ്പോൾ ദുൽഖർ സൽമാൻ്റെ സിനിമയാണ്, തമിഴ് മൂവിയാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. നമുക്ക് ദുൽഖറിൻ്റെ അഭിനയവും കാര്യങ്ങളൊക്കെ പറയാം. 1950കളിലാണ് കഥ നടക്കുന്നത്. സ്ഥിരം ദുൽഖറിൻ്റെ സിനിമകൾ കാണുന്ന ദുൽഖറിൻ്റെ ഫാൻസ് പക്ഷേ ഇതെങ്ങനെ ഉൾക്കൊള്ളും എന്ന കാര്യത്തിലാണ്. ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കിയ ആളാണ് DQ. അതുപോലെ തന്നെ ഈ പഴയ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഈ ഒരു സിനിമ DQ തൻ്റെ കഴിവിനനുസരിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് കാലം പുറകിലോട്ടാണ് DQ നമ്മളെ കൊണ്ടുപോകുന്നത്. എന്തൊക്കെയായാലും DQൻ്റെ ആരാധകർക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും DQൻ്റെ കട്ട ആരാധകർക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടും. വൺ ടൈം വാച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ മൂവി. എന്നാ പണി വെച്ചിർക്ക് എന്ന് ചോദിക്കാനും മാത്രമൊന്നുമില്ല. എന്തായാലും ഉള്ള സംഭവങ്ങളൊക്കെ നല്ലവണ്ണം തട്ടിക്കൂട്ടി ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിനേക്കാളും ഫസ്റ്റ് ഹാഫ് ആയിരുന്നു കുറച്ചുകൂടി നല്ലത്. പിന്നെ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, കാരണം ഇതൊരു തമിഴ് മൂവിയാണ്. പിന്നെ DQ ആയതുകൊണ്ട് മാത്രം നമ്മൾ പറഞ്ഞതാണ്.